എടോ രോമാഞ്ചം, ഒന്ന് ഉറക്ക വായിരടേ, കേൾക്കട്ടെ. എന്നാ കേട്ടോളി. പലിശ മാഫിയകളെ ഭയന്ന് ഒരു കുടുംബത്തിലെ 4 ആളുകൾ ജീവനൊടുക്കി. പാവം ആ പലിശക്കാരന്റെ ഒരു കുടുക്കേ ഉപകാരം ചെയ്താൽ ലാസ്റ്റ് വണ്ടിയും പരി. ഓ, എന്തൊരു ഉപകാരം! പലിശ കൊടുക്കുന്നത് വലിയ ഉപകാരല്ലേ? മൂപ്പർ അങ്ങനെയല്ലേ പറയൂ. മൂപ്പർക്ക് മൂപ്പര മുതലാളിക്ക് അതിനല്ലേ പണി. ഇത് നമ്മളെ മുതലാളിനെ പറ്റി മോശം പറയരുത്. കഷ്ടപ്പെടുന്നവരെ സഹായിക്കലാണ് ഞങ്ങളെ പണി. അതിന് 100 റുപ്യക്ക് 10 റുപ്യ ധർമ്മമായിട്ട് ഞങ്ങൾ അധികം വാങ്ങും. അത് തരാൻ മടിക്കുന്നവർ ആദ്യം ഒന്ന് തലോടി ചോദിക്കും, പിന്നെ ഒന്ന് തട്ടി ചോദിക്കും. ഇതിനൊക്കെ മരിക്കാൻ നിന്നാല് ഈ പലിശ കൃഷി ചെയ്യുന്നവരൊക്കെ പിന്നെ എന്ത് ചെയ്യും? അല്ല ആചാരം കാണാതെ മുങ്ങ. അല്ല കൈ പെടാൻ മതി. ഞാനിവിടെയുള്ള കാര്യം ആരും മിണ്ടരുത്. മിണ്ടിയ അറ്റൊക്കെ പലിശ നമ്മൾ കൂട്ടും. അസ്സലാമു അലൈക്കും. ഒരു ചായ കൊണ്ടടാ. അല്ല അജയരെ, നിങ്ങൾ എവിടെയായിരുന്നു? ഇങ്ങോട്ട് കണ്ടിട്ട് കുറെ നാളായല്ലോ. അതിന്റെ കാര്യം ഒന്നും പറയണ്ട ബേബിയെ. പറമ്പിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. അവരെ കൂടെ നമ്മളില്ലെങ്കിൽ ഒന്നും നടക്കൂല. അല്ല, നിങ്ങൾ അറിഞ്ഞില്ലേ പള്ളി കമ്മിറ്റിയില് മൂർഖനായ ദിവസം ഉണ്ടത്രേ? എന്താപ്പത് കഥ? ആ, ഞാനും കേട്ട അങ്ങനെ. പുതിയ ആൾക്കാർ ഭരിച്ചു നോക്കട്ടെ. ഓന്റെ കൂടെ ഉണ്ടല്ലോ ഒരു ഹമുക്ക് രോമാഞ്ചം വീരാൻ. ആ കള്ള ഹിമാറിന് എന്റെ കൈ കിട്ടിയാലല്ലോ ഞാൻ ചതക്കും. ഇയാളിപ്പോഴത് മറന്നിട്ടില്ലേ? അന്ന് എന്റെ കൈ കിട്ടും, അന്ന് എന്നെ ഞാൻ ചതയ്ക്കും. എന്നാ അജയരെ, നിങ്ങളെ ഒപ്പിച്ചാ? താറാമുട്ട വാങ്ങാൻ ഓന്റെ അടുത്ത് പണം കൊടുത്തിരുന്നു. ഇപ്പൊ പണമില്ല, മുട്ടയില്ല. ബേബിയെ, നാരായണൻ ഇപ്പൊ കുറച്ച് കൂടുതലല്ലേ? എന്നാ ചെയ്യാനാ? മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നോക്കണ്ടായോ? എത്ര കാലമായി ഇങ്ങനെ നടക്കുന്നു. പിന്നെ ആചാര്യ, സാന്ത്വനം എന്ന് പറഞ്ഞൊരു വണ്ടി ഇതിൽ പോകുന്നുണ്ടല്ലോ. അവരിമാതിരി രോഗികളെ ശുശ്രൂഷിക്കുന്നതായി കേട്ടു. നമുക്കിവനെ അവരെ ഒന്ന് കാണിച്ചാലോ? അവര് നമ്മളെ നാട്ടിൽ കുറച്ച് രോഗികളെ നോക്കുന്നുണ്ട്. ഇതൊക്കെ നുണയാണെന്നേ. അമേരിക്കയിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നൊക്കെ ഇവർക്ക് കുറെ പണം വരുന്നുണ്ട്. ആ പണം മൂക്കിലാക്കാൻ വേണ്ടിയിട്ട് കാട്ടുന്ന പണിയായത്. അത് ആചാര്യ പറഞ്ഞത് നേരാ. ഈ ദുനിയാവില് ആരെന്ത് ചെയ്താലും അതിന്റെ പിന്നിൽ ഒരു ലാഭക്കണ്ണുണ്ടാവും. എന്നാ ബേബിയെ, ചായ പൈസ. വെയിലാവുമ്പോഴേക്കേ വീട്ടിലെത്തണം. അല്ല ഭാസ്കര, അനക്കിപ്പോ കിലുക്കിക്കുത്തിന്റെ പണിയൊന്നുമില്ലേ? ഉണ്ടാചേരെ, ഞാൻ ആ രോമാഞ്ചത്തിന് തേടി ഇറങ്ങിയതാ. അല്ല, അവനെന്താ എന്നെ കാട്ടിയത്? ഇന്നലെ കളിക്കിടയിൽ അവൻ വിളക്കൂതി പൈസ വാരി ഓടിക്കളഞ്ഞു. അവനെ എന്റെ കൈ കിട്ടും. എന്റെ തോക്കിന്റെ